ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡി ജെ ഗെയിമർ. സോ ഗൈസ്, നമ്മൾ ഇതിന് മുമ്പൊരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ സംസാരിച്ചതൊന്നും വന്നു കേട്ടോ, അതുകൊണ്ട് സോറി. അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് സർവൈവലിൻ്റെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. സോ ഇവിടെ വെച്ചിട്ട് ഇനി നമ്മൾ എന്താ പറയുക, പാർട്ട് 1 വീഡിയോ നിർത്തിയത്. നമ്മൾ അയൺ കണ്ടുപിടിക്കാൻ വന്നതിന് നമുക്ക് ആകെ 3 അയൺ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, പാർട്ട് 1 എപ്പിസോഡിൽ നമുക്ക് ഒരു വില്ലേജ് കിട്ടീനി. അപ്പോൾ നമുക്ക് ആ വില്ലേജിൽ തിരിച്ചു പോകും. സോ ഗൈസ്, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരെല്ലാവരും ചെയ്യണം കേട്ടോ. നമുക്ക് ഇനി 3K അടിക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി 2K ആയി. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വില്ലേജ് എത്തി. ആകെ ഉറങ്ങാം, രാവിലെ ആക്കട്ടെ, ഇങ്ങോട്ട് ബാക്കി. സോ ഗൈസ്, നേരം വിളിച്ചിരിക്കുന്നു. ഫസ്റ്റ് തന്നെ നമുക്ക് പോയി അയൻകുളത്തിന് തട്ടും. അയൻകുളത്തിന് ഞാൻ നേരത്തെ തട്ടണം നോക്കുന്നത്. അപ്പം നമ്മൾ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ആ സ്ഥലത്ത് തന്നെ സ്പോണായി. അയൻകുളം ഗൈസ്, പിന്നെ നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും. കാണാത്തവരെല്ലാവരും പോയി കാണട്ടെ ഫസ്റ്റ് പാർട്ട്. അത് നമുക്കൊരു നെതർ പോർട്ടലൊക്കെ കിട്ടീനി. അത് നമുക്കിനി അതിൻ്റെ ഉള്ളിൽ പോകണം. കഴിയാണെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡിൽ പോകാം. യെസ് ഗൈസ്, അയൻകുളം അവിടെ ഉണ്ട്. ഗൈസ്, പെട്ടെന്ന് അയൻകുളം എത്തി. പക്ഷെ എന്താ അറിയില്ല. സോ നമുക്ക് എത്ര അയൺ കിട്ടി? 3 അയൺ. അതുകൊണ്ടിപ്പോൾ നമുക്ക് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാം ആദ്യം. നമ്മളിൽ പ്ലാങ്ക്സ് ഇല്ല, അതുകൊണ്ട് സ്റ്റിക്കില്ല. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റിക്ക്. സോ ഗൈസ്, നമുക്കൊരു അങ്ങനെ ഒരു അയൺ പിക്കാക്സ് കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത മൈനിങ്ങിലോട്ട് പോകേണ്ടത്. അതിന് നമ്മൾ കുറേ നേരെ കേവ് കണ്ടുപിടിക്കാൻ നോക്കി. ഒരു ഒറ്റ കേവ് പോലും കിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി നോക്കാം നമുക്ക് ആ കേവ്. സോ കുറേ നേരം ഞങ്ങൾ നടക്കും, ഒരു കേവ് പോലും കിട്ടില്ല. പിന്നെ ഞാൻ കീപ്പ് ഇൻവെൻട്രി ആയതുകൊണ്ടൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നു. അല്ലെങ്കിൽ ഞാൻ വരില്ല. മരിച്ച സാധനം പോയി, അത്രേ ഉള്ളൂ. നമ്മൾ റീസ്പോൺ പോയിന്റ് സെറ്റ് വില്ലേജിൽ ചെയ്തോണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ വരും. കേവ് വന്നു. കേവില്ല, അത് അടിയിൽ തൽക്കാലത്തിന് യെസ് ഗൈസ്, ഫൈനലി നമുക്കൊരു കേവല്ല കേവ് എത്ര നേരെ നോക്കുന്നുണ്ട്. കേവ് ആരോ വരുന്നുണ്ട്. ഒരു കേവ് പോലും കിട്ടില്ല. നമുക്ക് അപ്പുറത്തെ സൈഡ് പോയേക്കല്ലോ, അപ്പോൾ കേവ് കിട്ടില്ല. ഇവിടെ കേവനില്ല. എത്ര നേരം. എനിക്ക് തോന്നുന്നത് നമുക്ക് അടുത്ത ഐലൻഡിൽ പോകേണ്ടി വരുന്നു. ഒരു വൂൾ എടുക്കാം, എന്നാൽ ചിലപ്പം ഉപകാരം എന്തെങ്കിലും വന്നാലോ. ബെഡ് ഉണ്ടാക്കേണ്ടി വരും ചിലപ്പം. ഒരു ആടിനും കൂടി കിട്ടിയാൽ അത് മതി. ഇവിടെ പോയി കുറച്ച് വുഡ് എടുക്കുക. ഇവിടെ ബെഡ് ഉണ്ടാക്കിയിട്ട് ബാക്കിയാണ്.
ഫുഡ് പറഞ്ഞാൽ 15 ബ്രെഡ് ഉണ്ട്. ഇത് മതി തോന്നുന്നു തൽക്കാലത്തിന്. അങ്ങനെ നമ്മൾ അടുത്ത ഐലൻഡിൽ എത്തിയിരിക്കുന്നു. ഈ ഐലൻഡിൽ കാര്യമായിട്ട് പറഞ്ഞപ്പോൾ ഒന്നുമില്ല. ഇല്ല, അങ്ങോട്ടല്ല പോണ്ടേ. സോറി ഗൈസ്, അറിയാതെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അടുത്ത ഐലൻഡിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ആദ്യം തന്നെ നമുക്കൊരു പോയിട്ട് കുറച്ച് വുഡ് എടുക്കാം. വില്ലേജൊക്കെ ഇവിടാണ് മറന്നുപോയി. ഇനി ക്രാഫ്റ്റിൻ്റെ ടേബിൾ എടുക്കാം. എന്നിട്ട് ക്രാഫ്റ്റിൻ്റെ ടേബിൾ വെച്ചിട്ട് കുറച്ച് പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ട് ഒരു ബെഡ് ഉണ്ടാക്കണം. അങ്ങനൊരു ബെഡ് ഇനി ഒരു കാര്യത്തിലും കേൾക്കില്ല. ഇനി വില്ലേജ് വേണമെങ്കിൽ അവിടെ നോട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ബെഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് രാത്രിയായി കുഴപ്പമില്ല. കേവ് എല്ലാം കണ്ടിട്ടില്ല. കേവ് ഇട്ടില്ലെങ്കിൽ അയൺ കിട്ടിയാൽ അല്ല, കേവ് തന്നെയാണ് ഒന്ന് താഴത്ത് നോക്കാം. ഓ, എത്ര മോപ്സ് അതിനടിയിൽ. സ്കെലറ്റനെ സ്റ്റാർട്ട് ചെയ്തു. എനിക്കങ്ങനെ അത് മോപ്സിൻ്റെ വീടാണ്. അത്രക്ക് മോപ്സ് ഉണ്ടായിരുന്നു. ഹങ്കർ തുടങ്ങി. ഗായ്സ്, നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ വില്ലേജിന് സ്ഥലം അറിയാത്തതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി ആകെയുള്ള വഴി ഇവിടെ വീടുണ്ടാക്കാം. അതന്നെ, അതിനുള്ള പ്ലാൻസ് ഉണ്ടോ? നമ്മളതിൽ കുറച്ച് വുഡ് എടുത്തുതരാം. എന്നാൽ നമുക്കൊരു വീടുണ്ടാക്കി എപ്പിസോഡ്. ഗൈസ്, കുറച്ച് പൂവൊക്കെ എടുക്കാം. എന്നാൽ നമ്മളെ വീടിൻ്റെ അവിടെ ഒക്കെ അല്ലേ പൂവൊക്കെ വെക്കാം. ഒരു രസത്തിന് വീടൊന്ന് രസമാക്കാൻ ഈ ഇതും കൂടെ എടുക്കുക. ഇതിന് പേരെന്തിനു മറന്നു. ഓ, ഇൻവെൻട്രി ഫുള്ളല്ലേ. ഇതൊരു വുഡ് തന്നെ എടുക്കുന്നുണ്ട. ബ്രിഞ്ച് ലോഗ് അങ്ങനെ ബ്രിഞ്ചിൻ്റെ വുഡ് അതന്നെ ഇതെടുക്കാം. പക്ഷേ ഈ മൈൻക്രാഫ്റ്റിൻ്റെ സൗണ്ട് നോക്കുമ്പോൾ വേറെ ലെവലല്ലേ. രാത്രി അങ്ങനെ നമുക്ക് ഉറങ്ങാം. ഏതാ വ്യൂ ഇവിടുന്ന്. മതി ഇനി ഉറങ്ങാം. രാത്രിയായ മറ്റവരെത്തും. ഇപ്പോൾ ഉറങ്ങാനില്ല, ഒന്നും കൂടുന്ന രാത്രി. ഈ മുകളിലെ കൊല്ലാൻ നിൽക്കണം ഇവിടെ. നല്ല പണി മുകളിലൊക്കെ കൊല്ലാൻ. രാത്രി ഒന്നും ഉറങ്ങായോ? ഇനിയെങ്കിലും ഉറങ്ങാം. ഓക്കെ, ഇനി ഉറങ്ങാം. ഉറങ്ങി നീച്ച് കയറും. ഇനി നമുക്ക് വീട് പണിയിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പണിയാണ്. ഇവിടെ തന്നെ ഒരു വീടുണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഫർണിച്ചറൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കാം. ഇതായിട്ട് ഞാൻ വീടുണ്ടാക്കാൻ പോയി. നമുക്ക് ഈ വുഡൊക്കെ പ്ലാങ്ക്സ് ആക്കി എടുക്കാം. ഓക്കെ, 2 സ്റ്റാക്ക് വുഡുണ്ട്. ഇതുകൊണ്ട് മതിയാണ്. ഇതൊക്കെ മതിയോ? ഞാൻ ഉണ്ടാക്കുന്ന വുഡ് അത്ര രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു വീട് അത്ര ഉണ്ടാവും. സോ ഗൈസ്, ഞാൻ വീട് ഉണ്ടാക്കിയിട്ട് വീട് എടുക്കുക, അല്ലെങ്കിൽ വീട് നല്ല ലോങ്ങായി പോകും. ഗൈസ്, വുഡ് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് വുഡ് എടുക്കാൻ പോവാം.
കേട്ടോ. സോ ഗൈസ് കുറച്ച് സാൻഡ് വേണം, കാരണം നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കണ്ടേ. അതിന് നമ്മളെ വണ്ടർ ഫുള്ളാണ്, അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിവാക്കട്ടെ. സീഡ് വേണ്ട, അതൊന്നും വേണ്ട. റോക്കൻ ഫ്രഷ് ഫ്ലിൻറ്റ് ഒന്നുണ്ടായി, കുറച്ചുണ്ടായി, 2-3 ഉണ്ടായിക്കോട്ടെ. പിന്നെ ഗൺ പൗഡർ വേണ്ട, ബോ ഉണ്ടായിക്കോട്ടെ. പിന്നെ ലെതർ വേണ്ട, വീറ്റുണ്ടായിക്കോട്ടെ. ബാക്കിയുള്ള എല്ലാം ഉണ്ടായിക്കോട്ടെ. ഇത്ര സാധനങ്ങൾ മതി. സോ ഗൈസ് വീടിൻ്റെ ഉള്ളുഭാഗം കഴിഞ്ഞ് നമുക്ക് കുറച്ച് സാധനങ്ങൾ പുറത്ത് വെക്കണ്ട. അതിപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് നേരെ ഉറങ്ങാം, നമ്മുടെ ബാക്കി പണി വെക്കാം. സോ ഗൈസ് ഇതാണ് നമ്മളെ വീടിൻ്റെ ഫൈനൽ ലുക്ക്. അത്ര രസമൊന്നുമില്ല, നമ്മളെ വീടിൻ്റെ ബാക്കുണ്ട്, നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല, അത്രയ്ക്ക് രസമില്ല ബാക്ക്. എനിക്ക് കഴിയുന്നമാതിരി വീടുണ്ടാക്കിയാലോ. ഇത് രസമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരെല്ലാവരും ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.